10-20,000 രൂപ ചിലവാക്കാൻ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ ഇത്ര ചിലവ് എന്നല്ലേ, പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോവുകയെന്ന് വിചാരിക്കും. എന്നാൽ അതല്ല. നമ്മുടെ വീട്ടിലിരിക്കുന്ന ആശാനെ കണ്ടോ? ആശാൻ്റെ എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ പോവുകയാണ്. ഷീറ്റ്, ഫ്രെയിം, ആക്രി വിറക്കാൻ പോവുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ആക്രി എന്താ വെച്ചാൽ ബോർഡ് എടുക്കാൻ പോകണം. കാർഡ്ബോർഡ് ഉണ്ടല്ലോ, കാർട്ടൂൺ പേപ്പർ, അതൊക്കെ എടുക്കാൻ പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. എന്തായാലും ഒരു 20,000 രൂപ ഇന്ന് പൊട്ടും ഗായ്സ്. നല്ല എക്സ്പെൻസീവ് ആടോ, പക്ഷേ സന്തോഷമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. ആദ്യം DTDC പോയിട്ട് ഫോട്ടോ കൊറിയർ ചെയ്യണം. എന്നതിന് ശേഷം വേണം കോഴിക്കോടേക്ക് പോകാൻ, ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കേ, കണ്ണൻകുട്ടിയേ. ഇന്നിതാ ഇത്രയും ഫോട്ടോസ് ആട്ടോ കൊറിയർ ചെയ്യാനുള്ളത്. കാർഡ്ബോർഡ് സഞ്ജു തിരിഞ്ഞു. ഇത്രയും ഫോട്ടോ ആണ്. അപ്പം മമ്മി പോയിട്ട് വരാട്ടോ. അങ്ങനെ ദേ ഫോട്ടോസ് കൊണ്ടു കൊടുക്കുന്നു. കണ്ണനതാ പോകുന്ന. ടാറ്റാ കണ്ണ. ബോർഡോടെ വെക്കൂ. അങ്ങനെ ഫ്രെയിം എടുത്തു, ഷീറ്റ് എടുത്തു. ഇനി കാർഡ്ബോർഡ് എടുക്കാൻ പോകണം. അവിടെ ഉണ്ടാവുമായിരിക്കും, വിളിച്ചു നോക്കിയിട്ടൊന്നുമില്ല. അങ്ങനെയാണ്. ഇനി അടുത്തത് കാർഡ്ബോർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ആരും ഇങ്ങോട്ടോ നോക്ക്. ഏട്ടായി കലിപ്പില്ല, ഏട്ടായി കോഫി. നിന്നെ കുറിച്ചൊരു പരാതി ഉണ്ടല്ലോ. നിന്നെ കുറിച്ച് മാത്രല്ല, ഞാനും പിന്നെ വളരെയധികം കൾച്ചറലെസ് ആയിട്ട് സംസാരിക്കുന്നു. പിള്ളമാർക്കൊക്കെ അങ്ങനെ തോന്നും. നല്ല കൾച്ചറാണല്ലോ, കണ്ടവന്റെ കൂടെ ഡൽഹി പോയി ജീവിക്കുന്നത് നല്ല കൾച്ചറാ. പുള്ളക്കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ തോന്നും. പുള്ളക്കുട്ടിക്ക് നിന്നൊരു നോട്ടുണ്ടോ? ലോക്കൽ ടീംസ് വേണ്ട. നാലും എന്റെ പുള്ളേ, നിനക്ക് അങ്ങനെ തോന്നിയല്ലോടേ. അപ്പൊ പുള്ള ഈ പണ്ട് നമ്മള് ഇത് കേട്ടിട്ടില്ലേ, ആരും ഈ ചെണ്ട കൊട്ടി രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ നാട്ടിലെ ഓരോരോ വിശേഷം അറിയിക്കുന്നത്, അതേമാതിരി എല്ലാ ചാനലിലും കയറി പുള്ളാട്ടുന്ന ഇറങ്ങുക എന്നെ ഒതുക്കാന്. തന്തക്ക് പറയല്ല, ഡാഡിക്ക് പറ. കൊറേ ആൾക്കാർ കടത്തി കുത്തിരിക്കാം. പിള്ളേ ഒരു കാര്യം പറഞ്ഞേക്ക, സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. കണ്ടവരെ കാര്യം ചോദിക്കാൻ അണക്കുള്ള എന്റെ അടുത്തുള്ള എന്താ പറയാ ഒളിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഞങ്ങൾ ഒളിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. എന്നോട് ശത്രുള്ള ആൾക്കാർ ഞങ്ങളോട് ശത്രുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു കളിച്ചോ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട കേട്ടോ പിള്ളേ. എനിക്ക് ഒരു രോമവും പറിക്കാനും പേടിക്കാനുമില്ല, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ സന്തോഷായില്ലേ? പുള്ളനെ തന്നയുടെ പേര് പുള്ളന്നാ ആയിരിക്കാം. അപ്പൊ അങ്ങനെയാണ്. ടാറ്റാ. എവിടുന്നാണ് മക്കളെ കാർഡ്ബോർഡ് എടുക്കാറ്? ആക്രി ഷോപ്പാട്ടോ, വലിയൊരു ഗോഡൗണാ.
ഇന്ന് ബോർഡില്ല, ഉള്ളത് തപ്പി പിടിച്ചെടുക്കുക. പൊയിൽക്കാവില് ഫേമസ് ആയിട്ടുള്ള ഒരു ദേവീ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഉത്സവമാണ്. ഈ ഉത്സവത്തിന്റെ ഇത് ഫേമസ് ആവാനുള്ള കാരണം എന്താണെന്നറിയാം, ഇവിടുത്തെ വെടിക്കെട്ടായിരുന്നേ. കാര്യം എന്താ വെച്ചാല് റെയിൽവേ പാളത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് അമ്പലമുള്ളത്. അപ്പോ ഈ അമ്പലം വെടിക്കെട്ടിന്റെ സാധനം അങ്ങോട്ട് കാണില്ല, ആ സൈഡിലായിട്ടാണ് വെടിക്കെട്ടുണ്ടാവുക. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് റെയിൽവേ പാളത്തിന്റെ മുകളിൽ കയറി നിൽക്കും. അങ്ങനെ ആക്സിഡന്റ് ആയിട്ട് കുറേ വർഷങ്ങൾ ഈ പറഞ്ഞതിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇതാട്ടോ ദേവീക്ഷേത്രം. ഇതാണ് മക്കളുടെ സ്കൂളിന്റെ തൊട്ടടുത്തായിട്ട് വരും. അങ്ങനെ വെടിക്കെട്ടിനാള് മരിച്ച അങ്ങനെ ഫേമസ് ആയതാട്ടോ. വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരമ്പലമാണ്. അങ്ങനെ തിരിച്ചതാ വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ ഇറക്കുകയാണ്. മോനിത് മേലോട്ട് എടുത്തേക്കണേ. അപ്പം അരുണേട്ടൻ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കട്ടെ. ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ടാറ്റാ കൊടു.